Good morning and welcome to Vartamanam. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി പട്ടിക എന്നാണ് വരിക? ബിജെപിയിൽ കിടമത്സരങ്ങളാണ് നടക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിൽ, അവർ പ്രതിദാനം ചെയ്യുന്ന ഗ്രൂപ്പുകൾ അവ തമ്മിൽ വലിയ വലിയ മണ്ഡലങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് തിരുവനന്തപുരം, പത്തനംതിട്ട, തിരുവനന്തപുരത്ത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ആളെ കെട്ടിയിറക്കി കഴിഞ്ഞിരിക്കുന്നു കുമ്മനം രാജശേഖരൻ. അക്കാര്യത്തിൽ തർക്കമില്ല. അടുത്തത് പത്തനംതിട്ടയ്ക്ക് വേണ്ടിയാണ് കടിപിടി. ആ അർത്ഥത്തിൽ അവിടെയും വൈകാനാണ് സാധ്യത. ഏതായാലും ഈ ആഴ്ച അവസാനത്തോടെയെങ്കിലും രണ്ട് മുന്നണികളിൽ നിന്നും, NDAയിൽ നിന്നും UDFിൽ നിന്നും അവരുടെ സ്ഥാനാർത്ഥി പട്ടിക നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോഴേക്കും 10 ദിവസം മുന്നിലായി കഴിഞ്ഞിരിക്കും LDF. ദേശാഭിമാനിയുടെ ഇന്നത്തെ ലീഡ് വാർത്ത കാണുക. UDFിന്റെ സ്ഥാനാർത്ഥി നിർണയനം, അതിൻ്റെ അവസ്ഥ എന്ത്? ദേശാഭിമാനി പറഞ്ഞു, കുഴഞ്ഞ് മറിഞ്ഞ് എങ്ങുമെത്താതെ UDF. വെറുതെ വൈകുകയല്ല, ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ ഓരോ മണ്ഡലങ്ങളിലും അവതരിപ്പിക്കുക എന്ന പ്രശ്നത്തിലുള്ള വൈകലല്ല, മറിച്ച് പ്രധാനപ്പെട്ട ഒരു കക്ഷി, മൂന്നാമത്തെ കക്ഷി UDFിലെ, ആ കക്ഷിക്കകത്തുള്ള പടല പിണക്കങ്ങൾ ഗൗരവതരമായ ഒരു പ്രശ്നമായി UDFിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. കേരള കോൺഗ്രസിലെ കോൺഗ്രസ് M 2 ഗ്രൂപ്പുകളായി വഴിപിരിയുന്നു. ആ അവസ്ഥയിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആസന്നതയിൽ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കക്ഷി പിളരുന്നു എന്ന അതീവ ഗൗരവതരമായ ഒരു സാഹചര്യത്തെ UDF നേരിടുന്നു. കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ബഹളം. തോമസ് ചാഴിക്കാടൻ ദുർബലൻ എന്ന് കോൺഗ്രസ് പ്രവർത്തകർ. കേരള കോൺഗ്രസ് M-ൽ ജില്ലാ ഭാരവാഹികളുടെ രാജി തുടരുന്നു. ഇന്ന് തലസ്ഥാനത്ത് കോൺഗ്രസ് നേതൃത്വവുമായി PJ ജോസഫ് ചർച്ച ചെയ്യുന്നു. ആ നിലയ്ക്ക്, ആ അവസ്ഥയിലേക്ക് അവർക്കിടയിലുള്ള ഭിന്നാഭിപ്രായം, കോട്ടയം സീറ്റിനെ ചൊല്ലിയുള്ള വ്യത്യസ്തത, കേരള കോൺഗ്രസിനകത്ത് നിൽക്കുന്ന ഗ്രൂപ്പ് വഴക്കും വടംവലികളും എത്തിച്ചേർന്നിരിക്കുന്നു. വാർത്ത കാണുക. കോട്ടയത്ത് UDF സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാടനെ KM മാണി പ്രഖ്യാപിച്ചതിന് പിന്നാലെ കേരള കോൺഗ്രസിലും പ്രതിഷേധം കനത്തു. തോമസ് ചാഴിക്കാടനെ നിശ്ചയിച്ചത് അംഗീകരിക്കാനാവില്ലെന്ന് കോൺഗ്രസ് കോട്ടയം നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ പ്രവർത്തകർ ബഹളം വച്ചു. ഇത് രസകരമായ ഒരു കാര്യമാണ്. സാധാരണ കേരള കോൺഗ്രസിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് അതിൻ്റെ ഏറ്റവും സമുന്നതമായ പാർട്ടി ഘടകം. ആ സമുന്നതമായ ഘടകത്തിൽ PJ ജോസഫിന് കോട്ടയം സീറ്റ്, അതായിരുന്നു തീരുമാനമെങ്കിൽ മാണിക്ക് വേണ്ടി അത് മാറ്റുന്നത് കോട്ടയം ജില്ലാ കമ്മിറ്റിയാണ്. കോട്ടയം ജില്ലാ കമ്മിറ്റി സ്റ്റിയറിംഗ് കമ്മിറ്റിക്കെതിരെ നിലപാടെടുത്തതോടെ മാണി മറിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്രകാരം ഒരു നിലപാടെടുക്കാനുള്ള അവകാശം കോട്ടയം ജില്ലാ കമ്മിറ്റിക്കില്ല. കോട്ടയം ജില്ലാ കമ്മിറ്റി കേരള കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അങ്ങനെ നിലപാടെടുത്തപ്പോൾ കോൺഗ്രസ്സുകാരും അറച്ചു നിന്നില്ല, മടിച്ചു നിന്നില്ല. കോട്ടയത്തെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ചാഴിക്കാടനെ വേണ്ട എന്ന നിലപാടെടുക്കുമ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടി സത്യത്തിൽ PJ ജോസഫിനൊപ്പമാണ്, അല്ലാതെ മാണിക്കൊപ്പമല്ല നിൽക്കുന്നത്. അതുവഴി കേരള കോൺഗ്രസിലെ പടലപ്പിണക്കം കോൺഗ്രസിലേക്ക് വ്യാപിക്കുന്ന അവസ്ഥ വന്നു. അതുവഴി അത് UDFിനെയും ഗ്രസിക്കുന്നു. ദുർബലനായ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാനാവില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളോട് പറഞ്ഞു. ഏറ്റുമാനൂരിൽ ജയിക്കാൻ കഴിവില്ലാത്ത സ്ഥാനാർത്ഥി എങ്ങനെ ലോക്സഭയിലേക്ക് ജയിക്കുമെന്നും പ്രവർത്തകർ ചോദിച്ചു. തോമസ് ചാഴിക്കാടനെ മുൻനിർത്തിയാണ്. VN വാസവനെ നേരിടാൻ കരുത്തുള്ള സ്ഥാനാർത്ഥിയല്ല തോമസ് ചാഴിക്കാടനെന്നും അഭിപ്രായമുയർന്നു. UDF നേതൃത്വം ഇടപെട്ട് അനുനയ നീക്കം നടത്തുന്നുണ്ടെങ്കിലും ഫലം കാണുമെന്ന് വിശ്വാസം ആർക്കുമില്ല. ഇതിനിടെ PJ ജോസഫിന് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് M-ൽ രാജി തുടരുകയാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി റോജർ സെബാസ്റ്റ്യന് പിന്നാലെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി PM ജോർജും രാജിവെച്ചു. അങ്ങനെ വലിയ അവതാളത്തിലാണ്, അപകടങ്ങളുടെ ഒരു അന്തരാള ഘട്ടത്തിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസും ഒപ്പം UDFും എത്തി നിൽക്കുന്നത് എന്നാണ് ദേശാഭിമാനിയുടെ ഒന്നാം പുറം വാർത്ത നമ്മോട് പറയുന്നത്.
BJPയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ആയുധം എന്താണ്? അതവർ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. കെ സുരേന്ദ്രനും അതുപോലെ കുമ്മനം രാജശേഖരനും ഒക്കെ പറഞ്ഞത് അത് ശബരിമല തന്നെയാണ്. അതെടുത്ത് ഒഴിവാക്കിയാൽ, അത് ഒഴിവാക്കപ്പെട്ടാൽ ആയുധമില്ലാത്ത പോരാളികളായി മാറും. പിന്നെ അവരെ പോരാളികളെന്ന് വിളിക്കാനും കഴിയില്ല. ഏതായാലും ടിക്കാറാം മീണ എന്ന തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത് ശബരിമലയെ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. തെരഞ്ഞെടുപ്പ് കാര്യങ്ങളുമായി ബന്ധിപ്പിച്ച് വിശ്വാസം, മതം, ദൈവം തുടങ്ങിയവയെ അനധികൃതമായി തെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചിഴച്ച് ബഹുജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശ്രമത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴും എതിർത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലേക്ക് വിശ്വാസവും ദൈവത്തെയും ഒന്നും കടത്തിക്കൊണ്ടുവന്നുകൂടാ. ഈ അടുത്തിടെ തന്നെ ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതി അസാധുവാക്കിയത് നാം വായിച്ചറിഞ്ഞതാണ്. അങ്ങനെ അസാധുവാക്കുന്നതിന് പറഞ്ഞ കാരണം എന്താണ്? കാരണം അനുചിതമായി പ്രാർത്ഥനാ പ്രശ്നങ്ങളോ ദൈവപ്രശ്നങ്ങളോ വിശ്വാസ പ്രശ്നങ്ങളോ ഉന്നയിക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ അനധികൃതമായി അത് ഉന്നയിക്കപ്പെട്ടു. അതിൻ്റെ തെളിവ് വന്നു. ആ തെരഞ്ഞെടുപ്പ് തന്നെ ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു. അതുപോലെ അതൊരു പുതിയ കാര്യമല്ല. വിശ്വാസവും മതവും ദൈവവും തെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചിഴക്കപ്പെട്ടുകൂടാ. തെരഞ്ഞെടുപ്പ് ഒരു മതേതര പ്രവർത്തനമാണ്. ആ യാഥാർത്ഥ്യത്തെ മുൻനിർത്തി ടിക്കാറാം മീണ പറഞ്ഞു, ശബരിമല പ്രചരണമാക്കിയാൽ അത് ചട്ടലംഘനമായി തന്നെ പരിഗണിക്കും. വിദ്വേഷ പ്രസംഗം ആരെങ്കിലും നടത്തിയാൽ അത് നടത്തുന്നത് ഏത് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണോ ആ സ്ഥാനാർത്ഥിക്കെതിരെ നടപടി വരും. ആ നിലയ്ക്ക് ടിക്കാറാം മീണ പറയുന്നു, തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം പ്രചരണ വിഷയമാക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ആവർത്തിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. വിദ്വേഷ പ്രസംഗം നടത്തുന്നുണ്ടോ എന്നറിയാൻ കർശന പരിശോധന നടത്താനും വിട്ടുവീഴ്ചയില്ലാതെ നടപടിയെടുക്കാനും കളക്ടറെ ചുമതലപ്പെടുത്തി. ശബരിമല സ്ത്രീ പ്രവേശം സംബന്ധിച്ച ലിംഗനീതി ഉന്നയിക്കാം, എന്നാൽ ഇത് സംബന്ധിച്ച സുപ്രീം കോടതി വിധിക്കെതിരായ പ്രചരണം നടത്താനാകില്ല. ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അതാണ്. തെരഞ്ഞെടുപ്പില്ലാതെ നടക്കുമ്പോൾ പൊതുയോഗങ്ങളിൽ സുപ്രീം കോടതി വിധിക്കെതിരെ പ്രസംഗിക്കാം. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ സുപ്രീം കോടതി വിധിക്ക് എതിരെ പ്രസംഗിച്ചാൽ അത് അപകടകരമായ ഒരു കാര്യമാകും. ഇക്കാര്യം ബുധനാഴ്ച വിളിച്ചു ചേർക്കുന്ന, അതായത് ഇന്ന്, രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ വ്യക്തമാക്കുമെന്നും ടിക്കാറാം മീണ മാധ്യമങ്ങളോട് പറഞ്ഞു. ക്ഷേത്രം, മതം, ദൈവം, ആരാധനാലയങ്ങൾ തുടങ്ങിയവ പ്രചരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല. ആരാധനാലയങ്ങൾ ഏതായാലും അവയുടെ വിശ്വാസങ്ങളുടെ പേരിൽ വോട്ട് പിടിക്കാൻ പാടില്ല. അങ്ങനെയുണ്ടായാൽ പെരുമാറ്റച്ചട്ട ലംഘനമായി കണക്കാക്കി കർശന നടപടിയെടുക്കും. അദ്ദേഹം എല്ലാ ജില്ലാ കളക്ടർമാരോടും പറഞ്ഞു, വിശ്വാസവും ദൈവവും മതവുമൊക്കെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചാൽ അപ്പോൾ തന്നെ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുക. നമുക്ക് ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ തടസ്സപ്പെടുത്താൻ കഴിയും. മറ്റൊന്ന്, വിദ്വേഷ പ്രസംഗം ആര് എവിടെ നടത്തിയാലും അത് ബുക്ക് ചെയ്യപ്പെടേണ്ടതാണ്. കർശന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് സർവകക്ഷി യോഗമാണ്. നാളെ അതിൻ്റെ അന്തർഗതം എന്ത് നമുക്ക് പത്രങ്ങളിലൂടെ വായിച്ചറിയാനും കഴിയും. ഏതായാലും കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് മത്സരിക്കാനായി വിമാനം ഇറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന ആയുധമെടുത്ത് പ്രദർശിപ്പിച്ചു, ശബരിമല. ശബരിമല ഇല്ലെങ്കിൽ പിന്നെ എന്തർത്ഥം? ഗാന്ധീപം ഇല്ലെങ്കിൽ പിന്നെ എന്ത് അർജുനൻ? ആ അർത്ഥത്തിൽ ശബരിമല എന്ന ആയുധം കൈവിട്ടുപോയ സംഘികൾ ഇനി എന്ത് ആയുധമാണ് പ്രയോഗിക്കുക? ദൈവത്തെ ആയുധമാക്കാം, വിശ്വാസത്തെ ആയുധമാക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് ജനാധിപത്യത്തിന് മുന്നിൽ സംഭവിക്കുന്ന അന്തം വിട്ട അവസ്ഥയിലാണ് സംഘികൾ നിൽക്കുന്നത്. സാധാരണ ആൾക്കാരുടെ പ്രവർത്തിച്ച് അവരുടെ അതിർത്തി തർക്കങ്ങളും അവരുടെ പ്രശ്നങ്ങളും അവരുടെ ഉത്സവങ്ങളും ഒക്കെ അനുഭവിക്കുക, അവർക്ക് വേണ്ടി സമരം നടത്തി നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, ഇത്യാദി പരിപാടികൾക്കൊന്നും സംഘികളെ കിട്ടില്ല. അവർ ദൈവത്തിൻ്റെയും മതത്തിൻ്റെയൊക്കെ പുറകിൽ നടന്ന് ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിച്ച് ധ്രുവീകരണം നടത്തി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്നാണ് വിചാരിച്ചത് എങ്കിൽ കേരളത്തിൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന അറിവ് അന്തം മിടിപ്പിക്കുന്ന ഒരു അറിവായി സംഘികൾക്ക് മാറിത്തീർന്നിരിക്കുന്നു. എന്തിനാണ് ഈ മിസോറാമൊക്കെ വിട്ട് താനിവിടെ വന്നത് എന്നായിരിക്കും കുമ്മനം രാജശേഖരൻ
കടിച്ചതും പിടിച്ചതും ഇല്ലാതായി പോകാനാണോ? അതേ സംബന്ധിച്ചും കുമ്മനം രാജശേഖരൻ പറഞ്ഞു, രാഷ്ട്രീയത്തിൽ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആളാണ് ഞാൻ, പറയുന്നത് അദ്ദേഹമാണ്. വേറൊരാൾ പറയേണ്ട കാര്യമാണത്. പക്ഷെ ആരും പറയാനില്ലാത്തതുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, സംശുദ്ധ രാഷ്ട്രീയത്തിൽ കടിച്ചതും പിടിച്ചതും ഒന്നുമില്ല. നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല സംശുദ്ധ രാഷ്ട്രീയം നിലനിൽക്കുന്നത്. അങ്ങനെ എന്ത് രാഷ്ട്രീയമാണുള്ളത്? അധികാരമെന്ന ഒരു നേട്ടം തന്നെയാണ് മത്സരിക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥികൾ ലക്ഷ്യം വയ്ക്കുന്നത്. അങ്ങനെയല്ലാത്തവർ ജയപ്രകാശ് നാരായണനെ മാതിരിയോ എന്തിന് മഹാത്മാഗാന്ധിയെ മാതിരിയോ മത്സരിക്കാതിരിക്കാനുള്ള ഔചിത്യം കാണിക്കണം. മത്സരിക്കുന്നത് അധികാരത്തിന് വേണ്ടി തന്നെയാണ് കുമ്മനം രാജശേഖരൻ. അത് സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ് തൻ്റെ പരാജയത്തെ, ആസന്നമായ പരാജയത്തെ മറച്ചു വയ്ക്കാൻ അങ്ങ് ശ്രമിക്കരുത്. കുമ്മനം രാജശേഖരൻ അത് പറയുന്നു, കെ സുരേന്ദ്രനും പറയുന്നു, മനസ്സിലാക്കാം. പക്ഷേ കോൺഗ്രസ്സുകാരനായ ആണെന്ന് പറയപ്പെടുന്ന കെ സുധാകരനും പറഞ്ഞു ശബരിമല വിഷയമാക്കണം, ഇല്ലെങ്കിൽ എൻ്റെ അവസ്ഥ കഷ്ടമാണ്. തീർന്നില്ല, അദ്ദേഹത്തിൻ്റെ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. നോക്കൂ, ആ രണ്ട് നേതാക്കൾ മാത്രമാണ് പറഞ്ഞത്. എന്തോ ചില കാര്യങ്ങളില്ലേ ആ പറച്ചിലിൽ എന്ന് ആളുകൾ ആലോചിക്കുന്നത് കൊള്ളാവുന്നതാണ്. ഏതായാലും ഇന്നാണ് ടിക്കാറാം മീണയുടെ ആഭിമുഖ്യത്തിലുള്ള യോഗം, സർവകക്ഷി യോഗം. ആ യോഗത്തിൻ്റെ വാർത്ത നാളെ പത്രത്തിൽ വായിക്കാം. ആരൊക്കെ എതിർത്തു, ആർക്കൊക്കെ ദേഷ്യം വന്നു അദ്ദേഹത്തിൻ്റെ നിലപാടിൽ എന്ന് വ്യക്തമാവുകയും ചെയ്യും. കേരള കോൺഗ്രസുമായി ബന്ധിപ്പിച്ച വാർത്ത ഇന്ന് സിറാജ് എന്ന പത്രം അതിൻ്റെ ഉൾപേജിൽ തരുന്നുണ്ട്. കോൺഗ്രസുമായി ചേർന്ന് മാണിയെ പ്രതിരോധിക്കാൻ ജോസഫ് പുതിയ നീക്കം നടത്തുന്നു. അതുമാതിരി തന്നെ ഉമ്മൻചാണ്ടി ഈ കാര്യത്തിൽ ഇടപെട്ട് ജോസഫിനെ പിന്തുണയ്ക്കുന്നു. ആ അർത്ഥത്തിൽ കേരള കോൺഗ്രസിലെ പടലപ്പിണക്കം, കേരള കോൺഗ്രസ് എന്ന പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് സഞ്ചരിക്കുന്ന മികവാർന്ന ചിത്രം ഇന്ന് സിറാജ് മുന്നോട്ട് വയ്ക്കുന്നു. ആ ചിത്രത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. കോൺഗ്രസ് PJ ജോസഫിനെ പിന്തുണയ്ക്കുന്നുവോ? ഈ തർക്കത്തിൽ വാർത്ത കാണുക. കോട്ടയം സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനെ തുടർന്ന് PJ ജോസഫിനെ പൂർണ്ണമായും തഴഞ്ഞ് മുന്നോട്ട് പോകാൻ മാണി ഗ്രൂപ്പ് തീരുമാനിച്ചതിന് പിന്നാലെ കോൺഗ്രസുമായി ചേർന്ന് പ്രതിരോധിക്കാൻ ജോസഫ് വിഭാഗം കരുനീക്കങ്ങൾ തുടങ്ങി. മാണി തഴഞ്ഞാലും UDF-നൊപ്പം നിൽക്കുമെന്ന ജോസഫിൻ്റെ പ്രസ്താവനയും മാണി LDF-നെ സഹായിക്കുകയാണെന്ന ജോസഫ് വിഭാഗം നേതാക്കളുടെ പ്രചാരണങ്ങളും ഇതിൻ്റെ ഭാഗമാണ്. കേരള കോൺഗ്രസിലെ പൊട്ടിത്തെറി ഒഴിവാക്കാൻ ഫോർമുലയുമായി ഉമ്മൻചാണ്ടി. കേരള കോൺഗ്രസ് എമ്മിലെ പൊട്ടിത്തെറി ഒഴിവാക്കാൻ ഉമ്മൻചാണ്ടിയുടെ രഹസ്യ ഫോർമുല. ഉമ്മൻചാണ്ടിയുടെ ഇടുക്കിയിലെ വിശ്വസ്തനായ മുൻ DCC പ്രസിഡന്റ് റോയ് K. പൗലോസ് ഇന്നലെ പുറപ്പുഴയിലെ വീട്ടിലെത്തി PJ ജോസഫിനെ കണ്ട് ഇക്കാര്യം ധരിപ്പിച്ചു. ഇടുക്കി സീറ്റിൽ ജോസഫിനെ മത്സരിപ്പിക്കുക, ജോസഫ് ജയിച്ചാൽ ഒഴിവ് വരുന്ന തൊടുപുഴ അസംബ്ലി മണ്ഡലം കോൺഗ്രസിന് വിട്ടുകൊടുക്കുക എന്നതാണ് ഫോർമുല. I വിഭാഗം ജോസഫ് വാഴയ്ക്കനായി കണ്ടുവച്ചിരിക്കുന്ന ഇടുക്കി സീറ്റ് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാകുമോ എന്ന് കണ്ടറിയണം. ഉമ്മൻചാണ്ടിയുടെ ഈ നീക്കം മുന്നിൽ കണ്ട് I വിഭാഗം ജോസഫിനെയോ മാണിയെയോ അനുകൂലിക്കാതെ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെ UDF നേതാക്കളുമായി ചർച്ചയ്ക്കായി ജോസഫ് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കും മുമ്പ് ഒന്നും അവസാനിച്ചിട്ടില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഇന്ന് ജോസഫ് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇതിനിടെ മറ്റൊന്ന് കേൾക്കുന്നത്, കോട്ടയം സീറ്റ് UDF ഏറ്റെടുക്കാൻ, കോൺഗ്രസ് ഏറ്റെടുക്കാൻ പോകുന്നു. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കും. ഒപ്പം ഇടുക്കി ജോസഫിന് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വന്നാൽ തികച്ചും ജോസഫിൻ്റെ വിജയമായി അത് പൂർണ്ണമായി മാറും. ഏതായാലും ഒരു കാര്യമുണ്ട്, മാണിയെ ഒന്നുകിൽ മാണി അല്ലെങ്കിൽ ജോസഫ് എന്ന നിലയ്ക്ക് UDF എത്തിയിരിക്കുന്നു. അത്തരമൊരു അവസ്ഥയാണ് അവിടെ കാര്യങ്ങൾ അലങ്കോലമാക്കിയിരിക്കുന്നത്. അതാണ് പത്രങ്ങൾ തരുന്ന വാർത്തയുടെ യഥാർത്ഥ ഉള്ളടക്കം. ഗാന്ധിജിയുടെ നാട്ടിൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി യോഗം ഇന്നലെ നടന്നു ഗുജറാത്തിൽ. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ മോദി ഉദയം ചെയ്തതിന് ശേഷം ആദ്യമായാണ് ഗാന്ധിജിയുടെ നാട്ടിൽ ഗുജറാത്തിൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി യോഗം ചേരുന്നത്. അത് പുതിയ വാർത്ത തന്നെയാണ്. ആ യോഗത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏതൊക്കെ സമീപനങ്ങളാണ് സ്വീകരിക്കാൻ പോകുന്നത്? 2000-3000 തൊഴിലില്ലായ്മ വേതനമോ അതുപോലെയുള്ള മിനിമം വേതനമോ നൽകണം എല്ലാവർക്കും എന്ന നിലയ്ക്കൊരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി. ആ മിനിമം വേതനത്തെ സംബന്ധിച്ച്
സ്പഷ്ടമായ നിലപാട് ഈ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി എടുത്തിരിക്കുന്നു. ഒരു മികച്ച നിലപാട് തന്നെയാണത്. ജാതിയും മതവും ദൈവവും ഒക്കെ ഉള്ള BJPയുടെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായി രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളിലേക്ക് കോൺഗ്രസ് സഞ്ചരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ആയുധം മലയാള മനോരമ ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. ആ ആയുധം മിനിമം വേതനമാണ് എന്നും മനോരമ പറയുന്നു. വ്യക്തമായ പദ്ധതി രേഖ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണമെന്ന് പ്രിയങ്ക. കൂടുതൽ പാർട്ടികളുടെ സഹകരണം വേണമെന്നും പ്രവർത്തക സമിതിയിൽ നിർദ്ദേശം. എല്ലാവർക്കും വരുമാനമെന്ന ലക്ഷ്യത്തോടെയുള്ള കോൺഗ്രസിൻ്റെ സുപ്രധാന പ്രഖ്യാപനം ആയ മിനിമം വേതന രേഖ കൂടുതൽ വ്യക്തതയോടെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനം. പ്രവർത്തക സമിതിയിൽ ആദ്യമായി പങ്കെടുത്ത AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ തീരുമാനം. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രചരണായുധമായി പദ്ധതി മാറുമെന്ന് പ്രിയങ്ക വ്യക്തമാക്കി. എന്നാൽ നരേന്ദ്രമോദിയുടെ ബാങ്ക് അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ പ്രഖ്യാപനം പോലെ ആകാതിരിക്കാൻ വ്യക്തമായ പദ്ധതി രേഖ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണം. UPA അധികാരത്തിലെത്തിയാൽ തുടക്കത്തിൽ പ്രതിമാസം 1800-2000 രൂപ ലഭിക്കുന്ന അടിസ്ഥാന വേതന പദ്ധതി നടപ്പാക്കുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ്. മിനിമം വേതനം എന്ന നിലയ്ക്ക് അതിൻ്റെ വിശ്വാസ്യത ഉറപ്പിക്കാവുന്ന ശ്രമങ്ങളാണ് ഇനി നടപ്പാക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്തായാലും ആ യോഗത്തിൽ ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം UPA അത് തീരുമാനിക്കും എന്ന നിലപാടാണ് അക്കാര്യത്തിൽ എടുക്കപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശീത സമരം. നളിനി നെറ്റോ രാജിവെച്ചു. രാജി ചില ഉന്നതരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ആ രാജി നടപ്പാക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ആ ഓഫീസ് വിട്ടിരിക്കുന്നു നളിനി നെറ്റോ. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ ഉന്നതരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി നളിനി നെറ്റോ രാജിവെച്ചു. ഇന്നലെ ഉച്ചവരെ ഓഫീസിലുണ്ടായിരുന്ന അവർ രാജിക്കത്ത് നൽകിയ ശേഷം പോവുകയായിരുന്നു. രാജി സ്വീകരിക്കുമെന്നാണ് സൂചന. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കുറേ കാലമായി തുടരുന്ന ശീത സമരമാണ് രാജിയിൽ കലാശിച്ചത്. ഈ അടുത്ത ദിവസങ്ങളിൽ അവർക്ക് ഫയലുകൾ ലഭിക്കാത്ത അവസ്ഥ വരെ അവിടെ ഉണ്ടായി എന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ ഭാഗമായി അവർ രാജിവെച്ച് പോയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്. BJPയെ പുറന്തള്ളുക, അതാണ് കോൺഗ്രസിൻ്റെ പരമപ്രധാനമായ മുദ്രാവാക്യം. അത് നേടിയെടുക്കാൻ എന്ത് ത്യാഗവുമാകാം. മാതൃഭൂമിയുടെ ലീഡ് വാർത്ത കോൺഗ്രസ് പ്രവർത്തക സമിതി, ഗുജറാത്തിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ വിട്ടുവീഴ്ചയുടെ സൂചന. BJPയെ പുറന്തള്ളാൻ എന്ത് ത്യാഗവുമാകാം എന്ന കോൺഗ്രസിൻ്റെ നിലപാട് EG രതീഷ് അഹമ്മദാബാദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്രകാരം. പ്രതിപക്ഷത്തിൻ്റെ വിശാല സഖ്യം പാതി വഴിയിലെത്തി നിൽക്കെ വിട്ടുവീഴ്ചയുടെ സൂചനയുമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അഹമ്മദാബാദിൽ നടന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിലാണ് RSSൻ്റെയും BJPയുടെയും പ്രത്യയശാസ്ത്രത്തെ പരാജയപ്പെടുത്താൻ എന്ത് ത്യാഗവും അധികമാവില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. പിന്നീട് രാഹുൽ ഇത് ട്വീറ്റ് ചെയ്യുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, മഹാത്മാഗാന്ധിജിയുടെ ദണ്ഡി മാർച്ചിൻ്റെ വാർഷികത്തിൽ അഹമ്മദാബാദിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം BJPയും RSSും പുലർത്തുന്ന ഫാസിസത്തിൻ്റെയും വെറുപ്പിൻ്റെയും പകയുടെയും വിഭാഗീയതയുടെയും പ്രത്യയശാസ്ത്രത്തെ പരാജയപ്പെടുത്താൻ തീരുമാനിക്കുന്നു. ഈ ശ്രമത്തേക്കാൾ മഹത്തരമായ ത്യാഗമൊന്നും ഇപ്പോഴില്ല. ഈ യുദ്ധം നമുക്ക് വിജയിച്ചേ മതിയാകൂ എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ കൂടുതൽ സ്പഷ്ടമായ ഒരു രാഷ്ട്രീയ നിലപാട് തറയിലേക്ക് അദ്ദേഹം സഞ്ചരിക്കുക തന്നെയാണ്. ഇന്ന് രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തിച്ചേരുന്നു. തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുന്നതിന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ബുധനാഴ്ച കേരളത്തിലെത്തും. വൈകിട്ട് 5-ന് നാഗർകോവിലിൽ പ്രചരണത്തിന് പങ്കെടുത്ത ശേഷം തൃശൂർ രാമനിലയത്തിലേക്ക് അദ്ദേഹം എത്തും. വ്യാഴാഴ്ച തൃപ്പയാറിൽ ഫിഷർമെൻ പാർലമെന്റ് പരിപാടിയിൽ പങ്കെടുക്കും. തുടർന്ന് കണ്ണൂരിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബിന്റെ ബന്ധുക്കളെ വിമാനത്താവളത്തിൽ കാണും. ഇവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ കാസർഗോഡ് എത്തി പെരിയയിൽ കൊല്ലപ്പെട്ട കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും വീടുകൾ സന്ദർശിക്കും. പിന്നീട് കോഴിക്കോട്ടേക്ക് പോകും. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് വയനാട് സന്ദർശനം അദ്ദേഹം റദ്ദാക്കി. പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ VV വസന്തകുമാറിൻ്റെ വീട് സന്ദർശിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹം ഒഴിവാക്കേണ്ടി വരും.
കാരണം മാവോയിസ്റ്റ് ബഹളത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള സുരക്ഷാ പ്രശ്നം തന്നെ. പട്ടാമ്പി നഗരസഭയിൽ 28 കൗൺസിലർമാരാണ്. അതിൽ 24 പേരും ആ നഗരസഭയിൽ നിന്ന് അയോഗ്യരായി. ശേഷം 4 പേരേയുള്ളൂ. സിറാജ് എന്ന പത്രം അത് ആദ്യ വാർത്തയാക്കി മാറ്റിയിരിക്കുന്നു. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്, കൗതുകകരമാണത്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക്. പട്ടാമ്പി നഗരസഭയിൽ 24 കൗൺസിലർമാർ അയോഗ്യർ. ആസ്തി ബാധ്യതാ വിവരം വെളിപ്പെടുത്തിയില്ല. അവരുടെ അസറ്റും ലയബിലിറ്റിയും അത് വെളിപ്പെടുത്തിയില്ല. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ 24 കൗൺസിലർമാരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അയോഗ്യരാക്കി. കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ സെക്ഷൻ 143A പ്രകാരം നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആസ്തി ബാധ്യതാ വിവരം സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് കമ്മീഷണർ നടപടി. ഇതോടെ നഗരസഭാ ഭരണം പ്രതിസന്ധിയിലായി. 30 മാസത്തിനുള്ളിൽ നിശ്ചിത ഫോറത്തിൽ അത് നൽകണമെന്നായിരുന്നു. 30 മാസം സമയം കിട്ടി, ചെയ്തില്ല. ഏതായാലും അതുകൊണ്ട് 28-ൽ 24 പേരും രാജിവെച്ച് അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടിരിക്കുന്നു എന്ന കൗതുകകരമായ അവസ്ഥയാണ് ആ വാർത്തയിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. SSLC പരീക്ഷ ആരംഭിക്കുകയാണിന്ന്. അതിനു മുമ്പ് ഇന്ന് ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ട്രംപിൻ്റെ ബ്രഹ്മാണ്ഡ ബജറ്റ് US കോൺഗ്രസിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അത് മിക്കവാറും തള്ളിയേക്കും. സിറാജ് അവസാന പുറത്ത് ആ വാർത്ത തരുന്നു. റെക്കോർഡുകൾ ഭേദിച്ച് ട്രംപിൻ്റെ ബജറ്റ് US കോൺഗ്രസ് തള്ളിയേക്കും. സാമ്പത്തിക വർഷത്തെ അമേരിക്കൻ ബജറ്റ് റെക്കോർഡ് ഭേദിക്കും. അമേരിക്കൻ കോൺഗ്രസിന് മുമ്പാകെ $4.25 ട്രില്യൺ ബജറ്റാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ചത്. സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള നിർദ്ദിഷ്ട ബജറ്റ് തുക മുൻ വർഷത്തേക്കാൾ അധികമാണ്. അതേസമയം വിദ്യാഭ്യാസം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള തുക വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ വിഖ്യാത മതിൽ പണിയാൻ അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി $8.6 ബില്യൺ കൂടുതൽ ആവശ്യപ്പെടുകയും ചെയ്തു ട്രംപ്. അതുകൊണ്ട് ആ ബ്രഹ്മാണ്ഡ ബജറ്റ് അവതരിപ്പിക്കാനുള്ള സാധ്യത കാണുന്നില്ല എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. അതേ പേജിൽ തന്നെ മറ്റൊരു വാർത്ത കൂടി സിറാജ് തരുന്നത്, അന്തർദേശീയ പ്രാധാന്യമുള്ള വാർത്ത. 72 മണിക്കൂറിൽ രാജ്യം വരണമെന്ന് പ്രസിഡന്റ് നിക്കോളാസ് മാദുറോ, വെനിസുലയിലെ മുൻ പ്രസിഡന്റാണ് പറഞ്ഞത്. നയതന്ത്ര പ്രതിനിധികളെയും US തിരിച്ചു വിളിക്കുന്നു. അങ്ങനെ അവിടെ കൂടുതൽ സങ്കീർണമാകുന്നു അന്തരീക്ഷം എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. SSLC പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കം. മാധ്യമം എന്ന പത്രം അത് 1-ാം പേജിൽ തരുന്നു. 4,35,142 വിദ്യാർത്ഥികൾ എഴുതുന്ന SSLC പരീക്ഷയ്ക്ക് ഇന്ന് ബുധനാഴ്ച തുടക്കം. ഒപ്പം തന്നെ അതേ പേജിൽ തന്നെ മറ്റൊരു വാർത്ത കൂടി, പരീക്ഷാ വാർത്ത കൂടി തരുന്നത്, എൻട്രൻസ് പരീക്ഷകൾ 22, 23 തീയതികളിൽ നിശ്ചയിച്ചിരുന്ന പരീക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ച് അത് 27, 28 തീയതികളിലേക്ക് മാറ്റിയിരിക്കുന്ന വാർത്തയും ഇന്ന് പത്രലോകം നമുക്ക് തരുന്നു. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. കോൺഗ്രസുമായി ബന്ധപ്പെടുന്നതിന് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തുറന്ന ബന്ധമുണ്ടാക്കുന്നതിന് എന്ത് തടസ്സമാണ് CPM-നുള്ളത്? ഇന്ന് കേരള കൗമുദിയിൽ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി അതുമായി ബന്ധിപ്പിച്ച് ഒരു മറുപടി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നീണ്ട ഒരു ഇൻ്റർവ്യൂ ആണ്. അതിനകത്ത് 2 പ്രസക്തമായ ചോദ്യങ്ങൾ എടുക്കുന്നു. ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇങ്ങനെ: ബംഗാളിൽ ചില സീറ്റുകളിൽ കോൺഗ്രസുമായി ധാരണയിലെത്താനുള്ള പാർട്ടി തീരുമാനം കേരളത്തിൻ്റെ നിലപാടുമായി പൊരുത്തപ്പെടുമോ? അദ്ദേഹം പറയുന്നത് കാണുക. ബംഗാളിൽ പല സീറ്റുകളിലും കോൺഗ്രസും CPM-ഉം പരസ്പരം മത്സരിക്കേണ്ടി വരാം. ഏതാനും സീറ്റുകളിൽ പരസ്പരം മത്സരിക്കാതിരുന്നുവെന്നും വരാം. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യെയും വർഗീയ ശക്തികളെയും പരാജയപ്പെടുത്തി ഒരു മതേതര സർക്കാരിന് രൂപം നൽകുകയെന്നതാണ് ലക്ഷ്യം. CPM-ന്റെ പരമാവധി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് പാർലമെന്റിൽ ഇടതു സാന്നിധ്യം ശക്തമാക്കണം. ഇതിന് ഓരോ സംസ്ഥാനങ്ങളിലും അനുയോജ്യമായ അടവുകളും നീക്കുപോക്കുകളാണ് ഉണ്ടാക്കുക. ബംഗാളിൽ 2 ലക്ഷ്യങ്ങളുണ്ട്. BJP-യെ പരാജയപ്പെടുത്തുന്നതിനൊപ്പം മമതാ ബാനർജിയുടെ ജനാധിപത്യ വിരുദ്ധമായ ഗുണ്ടാ വാഴ്ചയാണ് അവിടെ നടക്കുന്നത്. അതും പരാജയപ്പെടുത്തപ്പെടണം. 200-ലധികം CPM പ്രവർത്തകരെയാണ് മമത അധികാരത്തിൽ വന്ന ശേഷം കൊലപ്പെടുത്തിയത്. ആ നിലയ്ക്ക് BJP-ക്കൊപ്പം തന്നെ തൃണമൂലിനെയും തോൽപ്പിക്കേണ്ടിയിരിക്കുന്നു. ആ സ്ഥിതിക്ക് കോൺഗ്രസ് ജയിച്ച 4 സീറ്റിലും CPM ജയിച്ച 2 സീറ്റിലും പരസ്പരം മത്സരിക്കുന്ന ആത്മഹത്യാപരമാണ്. ഈ 6 സീറ്റുകളിൽ പരസ്പരം മത്സരിച്ചാൽ BJP-യെ തൃണമൂലോ ജയിക്കില്ലേ? അതാണ് അവിടുത്തെ പ്രശ്നം. അത് അങ്ങനെയാണ് നിലപാടെടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, മോദിയെ ഇറക്കാൻ വേണ്ടിയാണെങ്കിൽ
പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടി എന്ന നിലയിൽ കേരളത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ പോരെ? എന്തുകൊണ്ടാണ് കോൺഗ്രസിന് വോട്ട് ചെയ്താൽ പോരാ എന്ന് CPM വിചാരിക്കുന്നത്? MA ബേബി പറയുന്നത് കാണുക. ഇന്നത്തെ വാർത്ത എന്താണ്? തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ഒരു കോൺഗ്രസ് MLA BJPയിൽ ചേർന്നു. പാർലമെന്റിൽ BJPക്കുള്ള 100-ലധികം MP-മാർ മുൻ കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഗുജറാത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടെ കൊണ്ടുവന്ന് സ്വീകരണം കൊടുത്ത ഒരു കോൺഗ്രസ് MLA BJPയിൽ ചേർന്ന വാർത്ത ഒരു കോൺഗ്രസ് അനുകൂല പത്രം റിപ്പോർട്ട് ചെയ്തത് ഒരു കോൺഗ്രസ് MLA കൂടി BJPയിൽ എന്നായിരുന്നു. നാളെ BJPയായി മാറുന്നവരാണ് ഈ കോൺഗ്രസ്സുകാർ. അതിനാൽ വർഗീയതയ്ക്കെതിരായ സമരം ഈ തെരഞ്ഞെടുപ്പിൽ മോദിയെ തോൽപ്പിക്കുന്നത് മാത്രമല്ല, വർഗീയതയ്ക്കെതിരായ രാഷ്ട്രീയ സംസ്കാര ബോധത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരണം. അതിന് കഴിയുന്നത് LDFന് മാത്രമാണ് എന്നും അദ്ദേഹം ഈ മുഖാമുഖത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു റഷ്യൻ നൃത്ത സന്ധ്യ അരങ്ങേറി. ഈ ചിത്രം കാണുക. ഇത് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നുള്ള നൃത്ത സംഘം അവതരിപ്പിച്ച നൃത്തത്തിൻ്റെ ചിത്രം മനോജ് ചേമഞ്ചേരി പകർത്തി ഇന്ന് മെട്രോ മനോരമ നമുക്കായി തന്നിരിക്കുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കണം. നൈസ് ഡേ, ഗുഡ് ബൈ.